റെയിൽവേ സ്റ്റേഷൻ പരിസരം കേന്ദ്രീകരിച്ച് സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന നിരവധി വാർത്തകൾ എന്നും നമ്മൾ കേൾക്കാറുള്ളതാണ്. അത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ മാത്രം ഉണരുന്നവരാണ് റെയിൽവേയിലെ പല നിയമപാലകരും. ഇന്ന് അവരെ നോക്കുകുത്തിയാക്കി മിക്ക റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളും ലഹരി കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ ലഹരി സംഘങ്ങൾ. ട്രെയിനിൽ നിന്നും ഒരു യുവതിയെ തള്ളിയിട്ട് കുറച്ച് ദിവസങ്ങളോളം ട്രെയിനുകളിലും റെയിൽവേ പ്ലാറ്റ്ഫോമുകളിലും സുരക്ഷ കർശനമാക്കിയിരുന്നു. എന്നാൽ മാസം 1 കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയതുപോലെയാണ് കാര്യങ്ങൾ. ഇന്ന് മദ്യപിച്ചുള്ള യാത്രയും ട്രെയിനിനുള്ളിലെ ലഹരി ഉപയോഗവും നിയന്ത്രിക്കുവാനോ ഇല്ലാതാക്കുവാനോ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന് കഴിയുന്നില്ല. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം കഴിഞ്ഞ് 100 മീറ്റർ പിന്നിട്ടാൽ മദ്യപാനികളുടെ താവളമാണ്. ട്രാക്കിന് സമീപമിരുന്ന് കൂട്ടമായി മദ്യപിക്കുന്നവർ യാത്രക്കാർക്കും നാട്ടുകാർക്കും ഒരുപോലെ ഭീഷണിയാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരെ അസഭ്യം പറഞ്ഞും കല്ലെടുത്തെറിഞ്ഞും ഇവർ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് പതിവാണ്. ഇതിനെതിരെ പ്ലാറ്റ്ഫോമിലുള്ള പോലീസുകാരോട് പരാതി പറഞ്ഞാലും അവർ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാറില്ല. അന്യസംസ്ഥാന തൊഴിലാളികളുടെയും അനാശാസ പ്രവർത്തകരുടെയും ലഹരി മാഫിയയുടെയും താവളമാണിന്ന് ഇവിടെയുള്ള റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങൾ. റെയിൽവേ സ്റ്റേഷന്റെ മൂക്കിൻ തുമ്പത്താണ് ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നത്. ഇവരെ നിരീക്ഷിക്കാനോ പിടികൂടുവാനോ നിയമപാലകർ വേണ്ടത്ര ജാഗ്രത കാണിക്കാത്തതുമൂലം ഈ പരിസരം അവരുടെ താവളമാക്കുവാൻ അവർക്ക് കഴിയുന്നു. മദ്യപിച്ച് യാത്ര ചെയ്യുന്നവരെ പോലെ മദ്യപിച്ച് ജോലിയെടുക്കുന്നവരും റെയിൽവേയിൽ ഉണ്ടോ എന്ന് പരിശോധിച്ച് പുറത്താക്കാൻ കഴിയണം ഇവിടെയുള്ള നിയമ സംവിധാനങ്ങൾക്ക്. മറ്റൊരു വാർത്താ വിഷയവുമായി മറ്റൊരു നാൾ വീണ്ടും വരാം.